ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനൊരു ഹ്യൂജ് മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏകദേശം 42 പ്രോഡക്റ്റ്സാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ഫസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു ടീ ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. മെറ്റൽ കണ്ടെയ്നേഴ്സാണ് വരുന്നത്. കൂടെ ലിഡ് വരുന്നത് വുഡൻ ലിഡാണ്. ഇതുപോലെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷുഗർ ടീ സോൾട്ട് കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിമിലർ മോഡലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിഡിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. എനിക്കിതുപോലെ ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലുള്ള കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ഇതുപോലൊരു സ്കിഡ് റെസിസ്റ്റൻറ്റ് പാഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിലാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു സെറ്റിനായിട്ടുള്ളത് 412 റുപ്പീസാണ്. പിന്നെ ലിഡ് വരുന്നത് വുഡൻ ലിഡാണ്. ഇതുപോലൊരു നോബ് കൊടുത്തിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ലിഡും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വേണ്ടവർ വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് 412 ആണ്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിലും നമ്മുടെ ബാക്ക് സൈഡിലിരിക്കുന്ന സ്നാക്സ് ആൻഡ് ബിസ്ക്കറ്റ് കണ്ടെയ്നറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ മീഷോന്നൊന്നും വാങ്ങിച്ചതല്ല, ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓൺലൈനായി പർച്ചേസ് ചെയ്തതല്ല, ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ടാറ്റ ക്ലിക്ക് എന്നുള്ളത്. അപ്പോൾ അതുവഴി നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്കിത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും ഒരു ടീ ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ. ഫുൾ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. മെറ്റൽ കണ്ടെയ്നേഴ്സാണ്. ഇതുപോലെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് വൈറ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് പ്യുവർ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് 500 ml കപ്പാസിറ്റിയിലാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ഫുൾ മെറ്റലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചാൽ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ലുക്കൊക്കെ മാറും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 402 റുപ്പീസാണ്. ഇതിൻ്റെയും സിമിലർ ആയിട്ടുള്ളത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതെന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാനായിട്ട് വാങ്ങിച്ച് നോക്കിയതാണ്. പിന്നെ ലിഡ് ഇതുപോലെ ഒരു കേർവ്ഡ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ബിസ്ക്കറ്റ് കണ്ടെയ്നർ, കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു കണ്ടെയ്നറാണത്. അപ്പോൾ അതോടെ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ്. ടീ ഷുഗർ കണ്ടെയ്നർ പ്യുവർ വൈറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കണ്ടെയ്നർ ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനി ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു നൈഫ് സെറ്റാണ് കേട്ടോ. ഇപ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നൈഫ് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പീസ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 224 റുപ്പീസാണ് കേട്ടോ ഈ 3 എണ്ണത്തിന്. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഇതിലൊരെണ്ണം നല്ല വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു മീഡിയം സൈസാണ്. പിന്നെ ഒരെണ്ണം ചെറുതും വന്നിട്ടുണ്ട്. ഇതുപോലെ ഓറഞ്ചിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് നിന്നത്.
അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 3ഉം 4ഉം പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് കോഫി മിക്സിങ് കപ്പാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ ലിഡിൽ ഇതുപോലെ നമുക്ക് ഊരാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടേണ്ടത്. ബാറ്ററി ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു സ്വിച്ച് അമർത്തി കഴിയുമ്പോൾ ഈ വിസ്ക് പോലുള്ള സാധനം കറങ്ങാൻ തുടങ്ങും. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. 6 ഗ്ലാസ് കണ്ടെയ്നറാണ് വരുന്നത്. ലിഡ് ഇതുപോലെ ബാംബൂ ലിഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് ഇത്ര ക്വാളിറ്റി ഇല്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഓരോ കണ്ടെയ്നറും 220 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 500 റുപ്പീസാണ്. ഇതൊരു സ്ട്രെയിനറിൻ്റെ സെറ്റാണ്. ഇപ്പോൾ 3 സ്ട്രെയിനറാണ് കേട്ടോ വരുന്നത്. 3 ഡിഫറെൻറ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ. നമ്മൾ കടികളൊക്കെ വറുക്കുമ്പോഴും അതുപോലെ ഉള്ളിയൊക്കെ വറുത്ത് വരാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ സ്ട്രെയിനർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫുൾ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 188 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഇതുപോലെ ഹോൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു കോസ്റ്ററിൻ്റെ സെറ്റാണ്. 6 കോസ്റ്ററാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ വുഡൻ മെറ്റീരിയലാണ്. ഇതുപോലെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഓരോ പീസും വരുന്നത്. ഓരോ പീസും യൂണീക്കാണ്. നമുക്കിത് വാൾ ഡെക്കറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാളിൽ പേസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അല്ലാതെ നമുക്ക് കോസ്റ്ററായിട്ടും ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 143 റുപ്പീസാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ വെച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു ജ്വല്ലറി ബോക്സാണ്. അപ്പോൾ ഇതൊരു വിൻറ്റേജ് മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെറ്റലും ഗ്ലാസ്സും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 249 റുപ്പീസാണ്. 4x4x2 ഇഞ്ചസാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ലിഡ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ലിഡും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ജ്വല്ലറി കീപ്പ് ചെയ്യാനുള്ള ബോക്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി ബോക്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതിലാണ് ഞാൻ സാധാരണ ജ്വല്ലറിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് ഓരോ ഇതും വെക്കാനായിട്ടുള്ള ഓരോ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാംഗിൾസ് വെക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ വലിയ കമ്പാർട്ട്മെൻറ്റ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ലോക്കർ പോലെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു പുതിയ ജ്വല്ലറി ബോക്സിൽ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇതിൽ വെച്ച് നോക്കിയിട്ടുണ്ട്.
അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കെറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 ബോക്സിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ വീഡിയോസിലും റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ. ഇതുപോലെ ലിഡും ഇൻഫ്യൂസറും ഒക്കെ വേറെ വേറെ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റൗ ടോപ്പിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇത് 900 ml കപ്പാസിറ്റിയാണ് വരുന്നത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതിനൊരു വുഡൻ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു കെറ്റിലാണ്. പിന്നെ ഇതിൻ്റെ റേറ്റും വളരെ കുറവാണ് കേട്ടോ. 553 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫ്യൂസറും ഗ്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കെറ്റിലാണ് നമ്മൾ ടോപ്പ് കമൻഡറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇൻഫ്യൂസർ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്. താഴ്ഭാഗത്തായിട്ട് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ലിഡ് വരുന്നത് ഗ്ലാസ്സിലാണ്. കൂടെ തന്നെ ഒരു വുഡൻ നോബുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് വുഡൻ ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് പ്രൂഫാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എല്ലാവരും വാങ്ങിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ മൺഡേ അനൗൺസ് ചെയ്യുന്ന വിന്നർക്ക് ഇതായിരിക്കും നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ജുംക്കയുടെ സെറ്റാണ്. അപ്പോൾ 6 ജുംക്കയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഓണമൊക്കെ അടുക്കാറായല്ലോ, അപ്പോൾ ഞാനിതൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗോൾഡ് പ്ലേറ്റഡ് ഫാൻസി ഇയറിങ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6 എണ്ണത്തിന് 132 രൂപയാണ്. ഈ ഒരു പ്രൈസിന് എന്തായാലും നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും കിട്ടില്ല കേട്ടോ ഇത്ര ക്വാളിറ്റിയിൽ. ഇതുപോലെ ചിലതിലൊക്കെ റെഡ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്, ചിലതിൽ റെഡും ഗ്രീനും സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ജുംക്കയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ പെട്ടെന്ന്. ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ പൊതുവേ എനിക്ക് ഈ വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെറാമിക് ബോട്ടിൽസാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ കുറേ ടൈപ്പിലുള്ള സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് എടുക്കാനായിട്ട്. പിന്നെ ഇതിൽ ഓൾറെഡി ലേബൽ ചെയ്തിട്ടുണ്ട് സോൾട്ട് പെപ്പർ എന്നുള്ളത്. ലിഡ് വന്നിട്ടുള്ളത് കോർക്കിലാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 296 റുപ്പീസാണ്. ഇത് 80 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ. കൂടെ തന്നെ ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡർ കൂടെ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ സെറാമിക്കാന്ന് വിചാരിക്കും, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വൈറ്റാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഗ്രേ, ബ്ലൂ ഈ കളേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 173 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് 400 ml കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഇതുപോലെ ഫില്ല് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ കൂടെ തന്നെ ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡർ കൂടെ വരുന്നുണ്ട്. ഇതിലിതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സിഗ്സാഗ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് ഫോൾഡബിൾ ഹീറ്റ് ഇൻസുലേഷൻ മാറ്റാണ്. അപ്പോൾ ഇതിനകത്ത് 2 എണ്ണമാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഏത് ടൈപ്പിലുള്ള പോട്ടും പാനും എല്ലാം ഇതിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് എയർ ഫ്രയറിന് വേണ്ടിയിട്ടുള്ള സിലിക്കോൺ ട്രേസ് ആണ്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് 2 സെറ്റ് ഓർഡർ ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് 4 എണ്ണം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സെറ്റിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ്
ക്ലീൻ ചെയ്ത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 127 റുപ്പീസാണ്. അതായത് 2 എണ്ണത്തിന് വരുന്ന പ്രൈസാണ് 127 റുപ്പീസ്. പിന്നെ ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ഫ്രയർ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. നല്ല പ്രൊഡക്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ബൗൾ സെറ്റാണ് കേട്ടോ. 4 ബൗൾ വരുന്നൊരു സെറ്റാണ്. 6 ഇഞ്ചിലാണ് വരുന്നത്. നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് വീറ്റ് സ്ട്രോ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് മൈക്രോവേവ് സേഫാണ്. നമുക്ക് സാലഡ് ബൗളും മിക്സിംഗ് ബൗളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ 4 എണ്ണത്തിൻ്റെ പ്രൈസ് 213 റുപ്പീസാണ്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ബൗൾസും പ്ലേറ്റ്സൊക്കെ ഞാൻ മോളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല റേറ്റാണ് കേട്ടോ പറഞ്ഞത്. ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും 500 റുപ്പീസാണ് ഈ ബൗൾ സെറ്റിന് കണ്ടത്. മീഷോയിൽ മാത്രമാണ് കേട്ടോ ഇത്രയും റീസണബിൾ പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. പിന്നെ ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വീറ്റ് സ്ട്രോ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് വൈസും നല്ലതായിരിക്കും. അപ്പോൾ വേണ്ടൊരു വാങ്ങിച്ചോളൂ കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിന് 213 റുപ്പീസേ വരുന്നുള്ളൂ. ഇതൊരു ഗാർലിക് കണ്ടെയ്നറാണ്. ഇത് മെറ്റലിലാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടിട്ടുള്ളത് വെസ്റ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതുപോലത്തെ കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ കുറേ വട്ടം മീഷോയിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് മീഷോയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ വൈറ്റും വുഡനും വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചണും വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇത് മെറ്റൽ കണ്ടെയ്നറാണ്. അതുപോലെ ലിഡ് വരുന്നത് വുഡിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വെസ്റ്റ് സൈഡിലും ഈ കളർ കോമ്പിനേഷൻ ഇപ്പോൾ കാണാറില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു ഓഫ് വൈറ്റ് കളറാണ്. ഇത് പ്യുവർ വൈറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 353 റുപ്പീസാണ്. പിന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഹോൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്, പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ. ഇനി ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇത് പൊട്ടറ്റോസൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ്. ഇതും സെയിം മെറ്റലിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഡ് വന്നിട്ടുള്ളത് വുഡൻ ലിഡാണ്. പക്ഷേ ഇതിൻ്റെ കളറിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റും അത് പ്യുവർ വൈറ്റും ആണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ എൻ്റെ കയ്യിൽ ഒണിയൻ ബോക്സ് ഉണ്ട് കേട്ടോ. ഇത്രയും വലുപ്പമുള്ളൊരു ഒണിയൻ കണ്ടെയ്നർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 468 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ഇതേ വലുപ്പത്തിലുള്ള ഒണിയൻ കണ്ടെയ്നർ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചത് 999 റുപ്പീസിനാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര റീസണബിൾ പ്രൈസിലാണ് കേട്ടോ മീഷോന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒണിയൻ കണ്ടെയ്നർ. അപ്പോൾ ഇതിൻ്റെ ലിഡിൽ മാത്രമേ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ, വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ. അപ്പോൾ പിന്നെ അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ബ്രെഡ് ബോക്സ് ആണ് കേട്ടോ. ഇതും മെറ്റലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ, ഇതുപോലുള്ളൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് മീഷോയിൽ കാണുന്നത്. അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ്. ബാക്കി ഫുൾ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 637 റുപ്പീസാണ്. വെസ്റ്റ് സൈഡിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു സിമിലർ പ്രൈസിൽ തന്നെയാണ്. 699, 799 ആ ഒരു റേഞ്ചിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഇതുപോലെ ഒരു മെറ്റൽ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എനിക്കെന്തായാലും ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇനി നമുക്കിത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന കണ്ടെയ്നറാണ് കേട്ടോ. 2.2 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഫുൾ ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലിട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. വേണോ വേണ്ടേന്നൊക്കെ പിന്നെ ആലോചിച്ച് പിന്നെ ലാസ്റ്റ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഇതുപോലെ 4 മോഡലിൽ അവൈലബിൾ ആണ്.
നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. നമുക്കിത് അരിപ്പൊടി, ഗോതമ്പ് പൊടി, അരി ഇതൊക്കെ എയർടൈറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 451 റുപ്പീസാണ്. ഇനി നമുക്കിത് ഈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ടീ ഷുഗർ സോൾട്ട് കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതും മെറ്റൽ ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. മുന്നത്തെ കുറച്ച് വീഡിയോസിലൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ മിക്ക ഐറ്റംസും വാങ്ങിച്ച് നോക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ കയ്യിൽ വെക്കും, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും കേട്ടോ. കുറേ നാൾ ഒരേ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. അപ്പോൾ അങ്ങനെ ബോറടിച്ചാൽ മാറ്റി വെക്കാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ മേടിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ആവശ്യത്തിലധികം പ്രൊഡക്റ്റ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ചില പ്രൊഡക്റ്റ്സൊക്കെ റിട്ടേണും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ സ്പൂണും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സ്പൂണിന് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയണില്ല, കാരണം കളർ പോകേണ്ട ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കണ്ടെയ്നേഴ്സ് നല്ല അടിപൊളി കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അടിയിൽ ഇതുപോലെ സ്ക്രാച്ച് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 760 റുപ്പീസാണ് ഈ 3 കണ്ടെയ്നേഴ്സിന്. ഈ ഒരു പ്രൈസിന് ഇത് വർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ സിംഗിൾ പീസ് ഷുഗർ കണ്ടെയ്നറൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് 499 റുപ്പീസിനൊക്കെയാണ്. അപ്പോൾ ഇതൊരു ടീ കോഫി ഷുഗർ കണ്ടെയ്നറാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ടീ ഷുഗർ കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണിത്. അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും അതിൻ്റെ ലുക്കാണെങ്കിലും നമുക്ക് 10 on 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് മെറ്റൽ കണ്ടെയ്നേഴ്സാണ് വരുന്നത്. ഇത് വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിലുമാണ് കേട്ടോ മീഷോയിലുള്ളത്. കാരണം ഇതേ ഐറ്റം ഫ്ലിപ്കാർട്ടിൽ 1000 എബോവ് ആണ് പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 822 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒറ്റ ഐറ്റം കൊണ്ട് നമ്മുടെ കിച്ചണിൻ്റെ ലുക്ക് തന്നെ മാറ്റിമറിക്കാൻ പറ്റും. ഞാനപ്പോൾ ഇതിൻ്റെ മീഷോ ലിങ്കും ഫ്ലിപ്കാർട്ട് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ക്യൂട്ടായിട്ടുള്ള സെറാമിക് മഗ്ഗാണ്. ഇതിന് ഞാൻ ഒരുപാട് നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബോയിൻ്റെ ഷേപ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 252 റുപ്പീസാണ്. ഇത് മൈക്രോവേവ് സേഫും ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു പൂരി ചപ്പാത്തി പ്രസ്സാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രസ്സ് ഒരു 3-4 വർഷം മുന്നേ വാങ്ങിച്ചതായിരുന്നു. അത് മൊത്തത്തിലൊന്ന് കേട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പുതിയ പ്രസ്സ് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ സാധാരണ ഈ പത്തിരിയും ചപ്പാത്തി പൂരി എല്ലാം പ്രസ്സിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്കിത് മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് പൂരിയോ അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പ്രസ്സ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അകത്തുള്ള ഈ ഒരു ഷീറ്റ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അപ്പോൾ ഞാൻ കിട്ടിയ പാടെ ഞാൻ പൂരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പൂരി ഉണ്ടാക്കുന്നത് ഇതുപോലെ പ്രസ്സിലൊന്ന് അമർത്തി നേരെ എണ്ണയിലിടുകയാണ് കേട്ടോ ചെയ്യാറ്. നല്ല ഈസിയാണ്. അതുപോലെ തന്നെ ഇതുപോലെ നല്ല പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 666 റുപ്പീസാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് 3 കണ്ടെയ്നർ വരുന്നൊരു സെറ്റാണ് കേട്ടോ. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. 3ഉം ഒരേ സൈസിലാണ് വന്നിട്ടുള്ളത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവ് അതുപോലെ തന്നെ ഫ്രീസർ സേഫാണ്. ഇത് ഓരോന്നും 400 ml കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 365 റുപ്പീസാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സ്പാച്ചുലേൻ്റെ സെറ്റാണ്. അപ്പോൾ 5 സ്പാച്ചുലയാണ് അതിൽ വരുന്നത്. പിന്നെ നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പാച്ചുലാസാണ്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. 5 എണ്ണത്തിന് 267 റുപ്പീസാണ്. പിന്നെ വുഡൻ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ബ്ലാക്കിലാണ് കളർ വരുന്നത്. എന്തായാലും ഈ പ്രൈസിന് എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ് കേട്ടോ.
1.5 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നറാണ്. കാരണം ഇതിൻ്റെ സെയിം തന്നെ ഞാൻ 2 എണ്ണം മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. നല്ല കണ്ടെയ്നേഴ്സാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 479 റുപ്പീസാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയുള്ള കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറുതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് 2 എണ്ണം. ഞാനതിൽ ചിക്കൻ മസാലയും പിന്നെ ഒന്നിൽ സേമിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്, കാരണം ഇതിൻ്റെ മൗത്ത് കുറച്ച് വൈഡായത് കാരണം. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു ഹെയർ ടൈൻ്റെ സെറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ടൈസാണ് കേട്ടോ ഇതിനകത്തുള്ളത്. 12 പേരാണ് വരുന്നത്, അതായത് 24 പീസ് വരുന്നുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത സമയം തൊട്ട് മോളിതിൽ തന്നെയാണ് കേട്ടോ കളി. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ചോക്ലേറ്റ്സിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പെയേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തല കെട്ടി കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 159 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. മോളിത് കയ്യിലൊക്കെ ഇട്ട് റിങ്ങാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു വാസാണ് കേട്ടോ. ഗ്ലാസ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടിയൊരു വാസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 188 റുപ്പീസാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഇതുപോലൊരു ഷൈനിങ് ടൈപ്പാണുള്ളത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സ് തന്നെ ഇതുപോലെ വെച്ച് നോക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ ഇത് വെച്ചപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളൊരു കോർണറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവറാണിതും. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു 3D മൂൺ ലാമ്പാണ് കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഗ്ലാസ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതൊരു പൊട്ടാത്ത പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതുപോലെ ചാർജിങ് കേബിളും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണുള്ളത്. ഇതിൽ നമുക്ക് 7 കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മൂൺ ലൈറ്റ് തന്നെയാണ്. നമുക്കിത് ബെഡ് ലാമ്പായിട്ടും റൂമിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു എസ്തെറ്റിക് കോർണറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ സെൻസർ ഉണ്ട് കേട്ടോ. നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഗ്രാജുവലി മാറുന്നതുമുണ്ട്, പിന്നെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കളറിൽ തന്നെ നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം കേബിൾ ഇല്ലാതെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 384 റുപ്പീസാണ്. അപ്പോൾ നല്ല റീസണബിൾ പ്രൈസിൽ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കളർ മാറുന്നതൊക്കെ. അവർ 2 പേരും ഇതിൽ തന്നെയായിരുന്നു കേട്ടോ കളി. പിന്നെ രാത്രി ഇത് ഓൺ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഉറങ്ങിയത്. എനിക്ക് ഈ എല്ലാ കളേഴ്സിലും ഈ ഒരു വാം ലൈറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ വരുന്നൊരു മിററാണ് കേട്ടോ അത്. ഇത് നമുക്ക് മേക്കപ്പ് മിററായിട്ടും അതുപോലെ ഡെക്കറായിട്ടുമായിട്ടും യൂസ് ചെയ്യാം. നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. പിന്നെ താഴെയുള്ള ട്രേയിൽ നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് കാണുന്നില്ല, അതിൽ നമുക്ക് റിങ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് 360 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 169 റുപ്പീസാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വാസിൻ്റെ സെറ്റാണ്. 3 വാസാണ് വരുന്നത്. 3ഉം ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലവർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. കുറച്ചുകൂടി ലൈറ്റ് പിങ്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. 452 റുപ്പീസിനാണ് കേട്ടോ എനിക്ക് ഈ 3 വാസ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ വൈറ്റും അവൈലബിൾ ആണ്. അതിന് 600 റുപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ വൈറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ പിങ്ക് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും കുഞ്ഞ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഇതിൽ വെക്കാനായിട്ട് പറ്റും. ഇതൊരു സ്പൂൺ സെറ്റാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്പൂൺ സെറ്റാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സ്പൂൺ സെറ്റാണ് കേട്ടോ അത്. ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ സാധാരണ സ്പൂണുകളിനേക്കാളും കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. 18 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 135 റുപ്പീസാണ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു യുട്ടൻസിൽ ഹോൾഡറിൻ്റെ സെറ്റാണ്. ഇപ്പോൾ 2 സൈസിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് നീളം ഉള്ള സ്പാച്ചുലാസ് ഇടാനും പിന്നെ ചെറുത് നമുക്ക് സ്പൂണ്, നൈഫ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടും. ഇപ്പോൾ പുറത്ത് ഇതുപോലെ ഒരു ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അകത്ത് സ്റ്റീൽ തന്നെയാണ്. അകത്ത് വേറെ പെയിൻ്റൊന്നും കൊടുക്കാത്തത് കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 246 റുപ്പീസാണ്. ഇത് തന്നെ ചെറുത് മാത്രമായിട്ടും വലുത് മാത്രമായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അതിന് 140, 160 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ ബെറ്റർ. നമുക്കിതുപോലെ വലിയ സ്പാച്ചുലാസൊക്കെ വലിയതിലും സ്പൂണും ഫോർക്കൊക്കെ ചെറിയതിലും ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സെറാമിക് ജഗ്ഗാണ് കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഹാൻഡ് പെയിൻറ്റഡ് ജഗ്ഗാണ്. അതുകൊണ്ട് തന്നെ കളറൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡായ പോലെയൊക്കെ എനിക്ക് തോന്നി. നല്ല ഹെവി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജാറാണ് കേട്ടോ. ഇത് മൈക്രോവേവ് സേഫാണ്. 1500 ml കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ ജഗ്ഗായിട്ടും അല്ലെങ്കിൽ ഇതൊരു ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 റുപ്പീസാണ്. ഇതിൽ നമുക്കിതുപോലെ സ്പാച്ചുലാസ് ഇട്ട് വയ്ക്കാം. നല്ല ഹെവി ആയിട്ടുള്ള ജഗ്ഗാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പാച്ചുലാസ് നമുക്കിതിൽ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് വാസായിട്ടും യൂസ് ചെയ്യാം, ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാൻ ഓർഗനൈസറാണ്. ഇത് നമുക്ക് 2 രീതിയിൽ വെക്കാം കേട്ടോ. ഇതുപോലെ നിർത്തി വെച്ചിട്ട് നമുക്ക് ഇതിനിടയിൽ പാൻസ് അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കിടത്തി വെച്ചിട്ടും അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ 4 കമ്പാർട്ട്മെൻറ്റ് വരുന്ന പോലെയാണുള്ളത് കേട്ടോ. നമുക്ക് വളരെ നീറ്റായിട്ട് ഒരുപാട് സ്ഥലം എടുക്കാതെ ഇതുപോലെ പാൻസ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 296 റുപ്പീസാണ്. കോട്ടിംഗ് ഒക്കെ ഉള്ള പാൻസ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ കോട്ടിംഗ് ഇളകി പോവാതിരിക്കാനും സ്ക്രാച്ച് വരാതിരിക്കാനും ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതൊരു നൈഫ് സെറ്റാണ് കേട്ടോ. നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ ബ്ലാക്ക് കളറിൽ വരുന്ന 3 നൈഫാണുള്ളത്. അപ്പോൾ 3ഉം ഡിഫറെൻറ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ. ഇതുപോലെ ബ്ലാക്കിൽ തന്നെ വരുന്ന കവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സെറ്റിലെ ഏറ്റവും വലിയ കത്തി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മീറ്റൊക്കെ മുറിക്കാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല മൂർച്ചയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത കത്തി ഈ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത്. 3നും കവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിയാനായിട്ടായിരിക്കും ഇതിൻ്റെ ഈ ഒരു സൈസ് നല്ലതായിരിക്കുക. പിന്നെ ഇതിൻ്റെ ഹാൻഡിലും ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു സൈസിലുള്ള കത്തിയാണ്. ഇത് നമുക്ക് ഫ്രൂട്ട്സ് മുറിക്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തൊലി കളയാനൊക്കെ ആപ്റ്റായിട്ടുള്ളൊരു സൈസിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 170 രൂപയ്ക്കാണ്.
അപ്പോൾ ഈ ഒരു പ്രൈസിന് നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണ്ടവർ വാങ്ങിച്ചോളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ലാമ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ വെറൈറ്റിയിലുണ്ട് എന്നുള്ളത്. ഇതൊരു കുഞ്ഞു നൈറ്റ് ലാമ്പാണ് കേട്ടോ. ഇതുപോലെ കേബിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചാർജറിൻ്റെ അഡാപ്റ്ററിൽ കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ബോൾ നല്ല വെയിറ്റിലാണ് വന്നിട്ടുള്ളത്. ഈ ക്രിസ്റ്റൽ മാത്രം എടുക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് ലാമ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ അകത്തുനിന്ന് ഒരു തരത്തിലുള്ള ലൈറ്റും വരുന്നില്ല. ഈ ഒരു ബേസിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വുഡൻ ബേസിൽ വെക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കിത് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 135 റുപ്പീസാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബൗൾ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് സെർവിങ് ബൗളായിട്ടും കുക്ക്വെയർ സെറ്റായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാത്രങ്ങൾക്ക് വെയിറ്റ് കുറവായിരിക്കും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 3 സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ ബൗള് 1.5 ലിറ്റർ കപ്പാസിറ്റിയും മീഡിയം സൈസിൽ വരുന്നത് 1 ലിറ്ററും ആണ് കേട്ടോ. അതുപോലെ ഏറ്റവും ചെറിയ പീസ് വരുന്നത് 0.75 ലിറ്റേഴ്സാണ്. ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 501 റുപ്പീസാണ്. ഇതുപോലെ ഫ്ലവറിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട്. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിത് കറികൾ, ചോറ് ഇതൊക്കെ സെർവ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതുപോലെ ഒട്ടും സ്പേസ് എടുക്കാതെ തന്നെ നമുക്ക് അടുക്കി വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ലിഡും വരുന്നുണ്ട് കേട്ടോ. 3 പാത്രത്തിനും ആപ്റ്റായിട്ടുള്ള 3 സൈസിലുള്ള ലിഡാണ് വന്നിട്ടുള്ളത്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ്. അതുപോലെ ലിഡും അത്യാവശ്യം നല്ല വെയിറ്റിലാണ് വന്നിട്ടുള്ളത്. ലിഡിൻ്റെ നോബ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈസി ആയിട്ട് സ്ക്രൂ ചെയ്യുന്ന വിധത്തിലാണ് അതുണ്ടായിരുന്നത്. സ്ക്രൂ ഡ്രൈവർ പോലും വേണമെന്നില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ മുറുക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ എന്തായാലും നല്ല റീസണബിൾ പ്രൈസിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് സെറാമിക് പാസ്ത പ്ലേറ്റിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 2 പ്ലേറ്റ്സാണ് വന്നിട്ടുള്ളത്. ഒന്ന് റെഡും ഒന്ന് ഒരു ഓഫ് വൈറ്റ് കളറുമാണ്. ഇതുപോലെ 2ലും ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറാമിക് ആണ് കേട്ടോ മെറ്റീരിയൽ. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് മൈക്രോവേവ് സേഫാണ് കേട്ടോ. ഇത് നമുക്ക് സ്നാക്ക് പ്ലേറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 7 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 383 റുപ്പീസാണ്. അപ്പോൾ ഈ കളർ കോമ്പിനേഷനും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, കാരണം ഇത് ഒരു ഓഫ് വൈറ്റും പിന്നെ ഒരു റെഡിലുമാണ് വന്നിട്ടുള്ളത്. കോൺട്രാസ്റ്റിംഗ് കളേഴ്സിലാണ് ഈ ഹാർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് പുതിയതായിട്ട് കണ്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പീസ് അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നാലേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.